ഹായ്, വെൽക്കം ടു HB. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട്സും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചില ക്വസ്റ്റൻസിനൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻസും വളരെ പെട്ടെന്ന് എങ്ങനെ ആൻസർ എടുക്കണം എന്നുള്ളത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ, ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് എ ബുക്ക് സെല്ലർ if he sells a book at the marked price after enjoying a commission of 25% will be. എന്താ പറയുന്നത്, ഒരു ബുക്ക് സെല്ലറുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആൾ എന്താ ചെയ്യുന്നത്, ആള് MRP തന്നെയാണ് ബുക്കിനെ സെല്ല് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ ഒരു കണ്ടീഷൻ, മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ MP എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, SP ആണ് എന്ന് പറഞ്ഞാൽ ബുക്ക് സെല്ല് ചെയ്യുന്ന നേരത്ത് ബുക്കിൽ MRP എന്താണോ ആ MRP തന്നെയാണ് ബുക്ക് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആഫ്റ്റർ എൻജോയിങ് എ കമ്മീഷൻ ഓഫ് 25% വിൽ ബി. പക്ഷേ എന്താ പറയുന്നത്, ഈ ബുക്ക് വിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ MRP തന്നെ ബുക്കിനെ വിൽക്കുമ്പോൾ ആൾക്ക് 25% കമ്മീഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ വിൽക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കമ്മീഷൻ കിട്ടുന്നുള്ളൂ. അല്ലാതെ ബുക്ക് കൊണ്ടുവന്ന് നമ്മൾ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ കിട്ടത്തില്ല. ആ ബുക്ക് ആരെങ്കിലും വന്ന് എന്ത് ചെയ്യണം, അതേ MRPയിൽ വാങ്ങണം. ഓക്കെ, നമ്മളത് വിൽക്കണം. വിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ആ 25% കമ്മീഷൻ കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നത് എന്താണ് ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 25% അല്ലേ കമ്മീഷൻ കിട്ടുന്നത്, അപ്പോൾ ആ 25% ആയിരിക്കത്തില്ലേ പ്രോഫിറ്റ് എന്നാണ് മിക്കവാറും പേരുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷെ അറിഞ്ഞിരിക്കുക, 25% അല്ല ആൻസർ, 25% കമ്മീഷനാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു ബുക്ക് വിൽക്കുമ്പോൾ, ഓക്കെ, ഒള്ളി വിൽക്കുമ്പോൾ, നമ്മുടെ കൊണ്ടുവന്ന് ഷോപ്പിൽ വെക്കുമ്പോൾ അല്ല, വിൽക്കുമ്പോൾ നമുക്ക് 25% കമ്മീഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈവൻ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എവിടെ നിന്നായിരിക്കും ഈ പ്രോഫിറ്റ് വരുന്നത്? ഓക്കെ, നമുക്ക് ഈ പ്രോഫിറ്റ് വരുന്നത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ കാരണമാണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ബുക്ക് 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 100 രൂപയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കത്തില്ല. ഉറപ്പായിട്ട് നമ്മൾ ഈ ബുക്ക് വാങ്ങുമ്പം വില കുറച്ച് വാങ്ങിച്ചിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. എന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് MRPയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടായാലും പോലും നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും കൂടി വരുമ്പം കോസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ബേസ്. നമ്മുടെ മാർക്ക് പ്രൈസും സെല്ലിംഗ് പ്രൈസും കൂടി വരുമ്പോൾ മാർക്ക് പ്രൈസ് ആണ് നമ്മുടെ ബേസ്. പക്ഷെ രണ്ട് ബേസുകളായ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും കൂടി ഒരു ക്വസ്റ്റനിൽ വരുമ്പോൾ നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് കോസ്റ്റ് പ്രൈസ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു ക്വസ്റ്റനിലുള്ള ഒരു സ്പെഷ്യൽ കേസ് ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ റയർ ആയിട്ടുള്ള ചില കണ്ടീഷനിൽ ഇത് തിരിയും. എങ്ങനെ? മാർക്ക് പ്രൈസ് നമ്മുടെ ബേസ് ആയിരിക്കും, കോസ്റ്റ് പ്രൈസ് നമ്മുടെ ബേസ് ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള വളരെ റയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കത്തില്ല നമ്മുടെ ബേസ്, മാർക്ക് പ്രൈസ് ആണ് നമ്മുടെ ബേസ്. അപ്പോൾ ഈ പറഞ്ഞ 25% കമ്മീഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? സിമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചു ഈ MP SP സെയിം ആണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു, ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടി നിങ്ങൾ വിചാരിച്ചു ഈ ബുക്കിന്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് വിചാരിച്ചു, MRP 100 രൂപയാണ്, വിൽക്കുന്നത് 100 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഇത് 100 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, 25% കമ്മീഷൻ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ 25% കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, വിൽക്കുമ്പോൾ കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആൾ ഈ ബുക്ക് വാങ്ങിച്ചത് എത്ര രൂപയ്ക്കായിരിക്കണം? 75-നായിരിക്കണ്ടേ? അപ്പൊ ആൾ ഈ 75 രൂപയ്ക്ക് വാങ്ങിച്ചാലല്ലേ ഇത് കൊണ്ടുവന്ന് ഷോപ്പിൽ വെക്കുമ്പോൾ നമുക്ക് ലാഭമൊന്നുമില്ല, നമ്മൾ ചുമ്മാ ഷോപ്പിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഒരാൾ വന്ന് 100-ന് അത് വാങ്ങുമ്പോഴല്ലേ നമുക്ക് ആ 25 കമ്മീഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ 25 കിട്ടുന്നത്. അപ്പോഴും പലർക്കും തോന്നും ആ 25 അല്ല ഇപ്പം പ്രോഫിറ്റ് എന്നുള്ളത്. അല്ല, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സെല്ലറിന്റെ കേസ് വരുമ്പോൾ, ഓക്കെ, ഫോർ സെല്ലർ, നമ്മുടെ സെല്ലറിന്റെ കേസിൽ വരുമ്പം ഈ കമ്മീഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സെല്ലറിന്റെ കേസ് വരുമ്പോൾ നമ്മുടെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ഡിസ്കൗണ്ട്, ആ സെല്ലറിന് കിട്ടുന്ന ഡിസ്കൗണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെല്ലറുടെ ഡിസ്കൗണ്ട്. ഓക്കെ, നമ്മുടെ കസ്റ്റമറുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല, കസ്റ്റമറുമായിട്ട് നമ്മുടെ കണക്ഷൻ വരുന്നില്ല അവിടെ. ഈ ഒരു സെല്ലറുടെ കേസ് വരുമ്പം ക്വസ്റ്റനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കമ്മീഷൻ എന്ന് കാണുവാണെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കിക്കോണം ആ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ സെല്ലറിന് എങ്ങനെയാണ് ഡിസ്കൗണ്ട് ആണ്. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ വിചാരിച്ചോ, നിങ്ങളാണ് ബുക്ക് സെല്ലർ എന്ന് വിചാരിച്ചോ, ഞാനാണ് ഹോൾസെയിലർ. നിങ്ങൾ എൻ്റെ അടുത്ത് ബുക്ക് വാങ്ങാൻ വേണ്ടി വരിക. ഞാൻ ബുക്ക് വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ഞാൻ 100 രൂപയുടെ ബുക്ക് അല്ലെങ്കിൽ MRP 100 രൂപ കിടക്കുന്ന ബുക്കിനെ ഞാൻ നിങ്ങൾക്ക് 75 രൂപയ്ക്ക് തരുവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്തു, 25% ഡിസ്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നു. ഞാൻ ആസ് എ ഹോൾസെയിലർ ഞാൻ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് തന്നു. ഇനി ആ ബുക്ക് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോയി നിങ്ങളുടെ ഷോപ്പിൽ വെച്ചു. ഞാൻ 75 രൂപയ്ക്ക് 100 രൂപയുടെ ബുക്ക് ഞാൻ 75 രൂപയ്ക്ക് തന്നു, നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് പോയി നിങ്ങളുടെ ഷോപ്പിൽ വെച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിങ്ങൾക്ക് ഒരു ലാഭമില്ല.
ബുക്ക് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇനി വിചാരിച്ച ഒരു കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്ന് ആ ബുക്ക് വാങ്ങുവാണെന്ന് വിചാരിച്ചോ. ഒരു കസ്റ്റമർ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് 100 രൂപയ്ക്ക് MRP തന്നെ നിങ്ങൾ ആ ബുക്ക് വിൽക്കുവാണെങ്കിൽ 100 കിടക്കുന്ന ആ ബുക്കിനെ നിങ്ങൾ 100 രൂപയ്ക്ക് വിൽക്കുമ്പം ആ ബുക്ക് വിറ്റ് പോകുമ്പോഴേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഞാൻ നിങ്ങൾക്ക് തന്ന 25 ഡിസ്കൗണ്ട് എന്നുള്ള സംഭവം നിങ്ങൾക്ക് അവിടെ ആസ് എ പ്രോഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ആസ് എ പ്രോഫിറ്റ് നിങ്ങൾക്ക് ആ 25 അവിടെ കിട്ടുവാണ്. പക്ഷെ എഗെയിൻ നിങ്ങൾക്ക് ആ 25 എന്ന് പറയുന്ന പ്രോഫിറ്റ് ആണോ? അല്ല. ആ 25 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ തന്ന ഡിസ്കൗണ്ട് ആണ്. അതാണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ എടുക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഇവിടുന്ന് വിറ്റ് പോകുമ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? ഡെഫിനറ്റ്ലി ഒരു 25 കിട്ടുന്നുണ്ട് ഒരു ബുക്കിന്റെ മേളിൽ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25. പക്ഷെ നിങ്ങൾ ആ ബുക്ക് എത്ര വിലക്കാണ് വാങ്ങിച്ചത്? 100-നാണോ? അല്ല, നിങ്ങൾ വാങ്ങിച്ചത് എത്രയാണ്? 75-നാണ് നിങ്ങൾക്ക് അത് ഞാൻ ആസ് എ ഹോൾസെയിലർ ഞാൻ നിങ്ങൾക്ക് തന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേന് നിങ്ങളുടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് രണ്ടുകൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 1/3 എന്ന് വരും. ആൻഡ് 1/3 എന്ന് പറഞ്ഞാൽ 33.33% ആണ് പ്രോഫിറ്റ് വരുന്നത്. 33.33% ആണ് പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പെട്ടെന്ന് ആൻസറും വരുന്നുണ്ടെന്ന്. പക്ഷേ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? MP ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അവിടുന്ന് ബാക്കിലേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ഇത്. അപ്പോൾ ഇത് വളരെ റയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആണ്. പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ. കമ്മീഷൻ ഒക്കെ കാണുമ്പോൾ പിന്നെയും കൺഫ്യൂഷൻ ആണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, കമ്മീഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫോർ എ സെല്ലർ ആയിരിക്കും. ആൻഡ് ഫോർ എ സെല്ലർ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് ഹോൾസെയിലർ കൊടുത്ത ഡിസ്കൗണ്ട് ആണ് ഈ കമ്മീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ നിങ്ങൾക്ക് 33.33% എന്ന ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. മറന്ന പോലെ വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് അതാണ് ഇമ്പോർട്ടന്റ്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 33.33% ആണ് ആൻസർ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് നമ്മൾ അവിടെ കണ്ടു, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് അവിടെ കണ്ടു. ഇനി അടുത്തൊരു ഷോർട്ട് കട്ടിലേക്ക് പോവാം. അടുത്തൊരു വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് പെർസെന്റ് മസ്റ്റ് ദ കോസ്റ്റ് പ്രൈസ് ബി റേസ്ഡ് ഇൻ ഫിക്സിംഗ് ദാറ്റ് there may be a profit of 20% after allowing a discount of 10%? എന്താ പറയുന്നത്? നമ്മൾ ആദ്യമേ നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത സമയത്ത് മാർക്കപ്പ് കണ്ടായിരുന്നു അല്ലെ. ഇവിടെ ചോദിക്കുന്ന മാർക്കപ്പ് ആണ്. പക്ഷേ അഗെയിൻ മാർക്കപ്പ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ ചോദിക്കുന്നത് എന്ത് തന്നെയാണ്? മാർക്കപ്പ് തന്നെയാണ്. അവിടെ ചോദിക്കുന്നത് ഒരു സാധനത്തിന്റെ വില എത്ര പെർസെൻറ്റേജ് കൂട്ടണം, റേസ് ചെയ്യണം, എന്ത് സംഭവിക്കണം? ആൾക്ക് ഈ സാധനത്തിന് മേളിൽ 20% പ്രോഫിറ്റ് കിട്ടണം വിൽക്കുമ്പോൾ. പക്ഷെ ആൾക്ക് എന്തും കൊടുക്കണം? 10% ഡിസ്കൗണ്ടും കൊടുക്കണം. എന്ന് പറഞ്ഞ ഒരു കസ്റ്റമർ വരുമ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ആ സാധനം വിൽക്കുമ്പോൾ ആൾക്ക് എത്ര കിട്ടണം? 20% പ്രോഫിറ്റ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ എത്ര റേസ് ചെയ്ത് കൂട്ടി MRP മാർക്ക് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ മാർക്കപ്പ് എത്ര ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും മാർക്കപ്പ് അറിയണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? മാർക്ക് പ്രൈസും അറിയണം, കോസ്റ്റ് പ്രൈസും അറിയണം. പക്ഷെ സെല്ലിംഗ് പ്രൈസ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാർക്ക് പ്രൈസും കോസ്റ്റ് പ്രൈസും അറിയണം. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും മാത്രം മതി, പക്ഷെ സെല്ലിംഗ് പ്രൈസ് വേണ്ട. പക്ഷെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ കോസ്റ്റ് പ്രൈസിനെയും മാർക്ക് പ്രൈസിനെയും ഒരേപോലെ കണക്ട് ചെയ്യുന്ന ഒരു വാല്യൂ ഏതാണ്? സെല്ലിംഗ് പ്രൈസ് ആണ് കണക്ട് ചെയ്യുന്നത്. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നമ്മുടെ ഈ പറയുന്ന സെല്ലിംഗ് പ്രൈസും മാർക്ക് പ്രൈസും രണ്ടിനെയും കൂടെ ഒരേപോലെ വരുന്ന സെല്ലിംഗ് പ്രൈസാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ CP യും MP കൂടി കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഇടയ്ക്ക് എന്ത് വരും? SP വരും. അപ്പൊ SP ഇല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് മോസ്റ്റ് ഓഫ് ദി കേസസിലും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും വിചാരിക്കുന്നത്. അങ്ങനെ അല്ല. നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ കോസ്റ്റ് പ്രൈസും മാർക്ക് പ്രൈസും SP ഇല്ലാതെ തന്നെ കണക്ട് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ CP MP ഡയറക്റ്റ്ലി കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ CP MP എന്ന റേഷ്യോ ആംഗിൾ തന്നെ എടുക്കുക. രണ്ട് സൈഡിലും 100 എടുക്കുക. രണ്ട് സൈഡിലും 100 എടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് എപ്പോഴും അവിടെ എന്ത് കാണും? ഡിസ്കൗണ്ടിന്റെ ഒരു പെർസെൻറ്റേജും കാണും, പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജും കാണും. ഇനി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന എപ്പോഴും ആരുമായിട്ടാണ്? MP ആയിട്ടുമാണ്. CP ആയിട്ട് ഡിസ്കൗണ്ടിന് ഒരു കണക്ഷനും ഇല്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡിസ്കൗണ്ടിനെ എടുത്ത് ഈ CP നിന്നങ്ങ് മൈനസ് ചെയ്യുക. അതേപോലെ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ CP ആയിട്ടാണ് കണക്ട് ആവുന്നത്. MP ആയിട്ട് അതിന് ഒരു കണക്ഷനും ഇല്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ എടുത്ത് MP യുടെ കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആൻഡ് വളരെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ സി പിയും എം പിയും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് മറന്നുപോലെ നമുക്ക് എക്സാമിന് നല്ലപോലെ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് ഈ ട്രിക്കൊന്നും അറിയാത്ത കാരണം വളരെ ലെന്തി ആയിട്ടാണ് ചെയ്തു പോകുന്നത്. ഒരുപാട് പേരും സെല്ലിംഗ് പ്രൈസ് കൂടി എടുത്താണ് ചെയ്തു പോകുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് ആൻസേഴ്സ് എടുക്കാൻ പറ്റും ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ആൻസർ എത്ര പെട്ടെന്ന് കിട്ടുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് എത്ര 10 അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ 100 - 10 ജസ്റ്റ് സ്റ്റെപ്സ് കൂടി എഴുതാം. 100 - 10 നമുക്കിവിടെ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് 20 ആണ്. അങ്ങനെയാണെങ്കിൽ 100 + 20 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 90 എന്ന് വരും, ഇവിടെ നമുക്ക് 120 എന്ന് വരും. നമ്മളത് ഫെർദർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കത് 0യും 0യും 3യും വെച്ച് നമ്മൾ രണ്ടും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3:4 എന്ന് വരും. സോ നമുക്ക് ഇവിടെ നോക്കി നിങ്ങൾക്ക് ആ സി പിയും എം പിയും തമ്മിലുള്ള ആ ഒരു റേഷ്യോ കിട്ടി. ഇപ്പോൾ സി പി നമ്മൾ വാങ്ങിച്ച വില, എം പി നമ്മൾ വില കൂട്ടി മാർക്ക് ചെയ്യുന്ന വില. അങ്ങനെയാണെങ്കിൽ എത്രയാണ് വില കൂട്ടി മാർക്ക് ചെയ്ത്? 3 രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിന് 4 മാർക്ക് ചെയ്തെന്ന് കഴിഞ്ഞാൽ 1 രൂപ വില കൂട്ടി മാർക്ക് ചെയ്തു. 1 രൂപയല്ല, ഒരു പെർസെൻറ്റേജ്, ഒരു റേഷ്യോ ആണ് 1 എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ നമുക്ക് 1 വില കൂട്ടി മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ മാർക്കപ്പ് പെർസെൻറ്റേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, മാർക്ക് അപ്പ് പെർസെൻറ്റേജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ വില കൂട്ടിയത്? 1 ആണ് കൂട്ടിയത്. എത്രയിലാണ് നമ്മളത് വാങ്ങിച്ചത്? 3-നാണ് നമ്മളത് വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ 1/3 33.33% ആണ് നമ്മൾ അതിൻ്റെ വില കൂട്ടി മാർക്ക് ചെയ്യുന്നത്. 33.33%. ഓപ്ഷൻ ബി. അത് കാണാൻ പറ്റും എത്ര പെട്ടെന്ന് ആൻസർ വരുന്നത്. അപ്പം ശരിക്കും എന്താ സംഭവിച്ചു? 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, 33.33% അതിൻ്റെ വില കൂട്ടി മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു കസ്റ്റമർ വന്നപ്പോൾ എന്ത് ചെയ്തു? 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഇപ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുത്തപ്പം ആൾക്ക് അവിടെ എന്ത് കിട്ടുകയാണ്? 20% പ്രോഫിറ്റ് കിട്ടുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് പോകുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. 100 എടുത്തു, 33.33% വില കൂട്ടുകയാണെങ്കിൽ അത് 133.33% ആയിരിക്കും. ഇനി ഒരു കസ്റ്റമർ വരുമ്പോൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ 113.33% ഓക്കെ, ആ ഒരു വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ 10% എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ അത് കുറയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന 20% പ്രോഫിറ്റുള്ള ആ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് 20% പ്രോഫിറ്റ് ആണ് നമുക്കവിടെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ രീതിക്ക് അതിനെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് എടുക്കാൻ നിങ്ങൾ 133.33% വരും. 130 എന്നല്ല, 33.33% വരും. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന നമ്മൾ 10% കഴിഞ്ഞാൽ 13.33 എന്ന് വരും. നമ്മൾ 133.33 നിന്ന് 13.3 കുറയ്ക്കുകയാണെങ്കിൽ 120% വരും. അപ്പം നമുക്ക് 120% വരുവാണെങ്കിൽ 100 തുടങ്ങി 120 വന്നാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പ്രോഫിറ്റ് എത്ര? 20% പ്രോഫിറ്റാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് റിവേഴ്സ് ഒന്ന് ചെയ്തുകൂടി നോക്കാം. ചെയ്ത് നോക്കാം, നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും തരത് എത്ര പെട്ടെന്നാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയേ ഉള്ളൂ അതിൻ്റെ സ്റ്റെപ്സ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ നോക്കി പറയാൻ പറ്റും. 1 ആണ് ഡിഫറൻസ്, 3 ആണ് ബേസ്, 1/3 ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഷോർട്ട് കട്ട് മറന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ് ഇത്. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ നമുക്ക് എക്സാമിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ എന്നാൽ ഒരുപാട് പേരെ ചിലപ്പോൾ കൺഫ്യൂസ് ആക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ആഫ്റ്റർ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹524 ഈസ് ദി സെയിം ആസ് ലോസ് ആഫ്റ്റർ സെല്ലിംഗ് ഇറ്റ് ഫോർ $452. ദി കോസ്റ്റ് പ്രൈസ് ഓഫ് ദി കോമഡിറ്റി ഈസ്, എന്താ പറയുന്നത്, ഒരു ആർട്ടിക്കിളിനെ ₹452 വിൽക്കുമ്പോൾ എന്ത് ലോസ് ആണോ ഉണ്ടാകുന്നത് അതേ സെയിം വാല്യൂല് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത് അതിനെ 524 വിൽക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർട്ടിക്കിളുടെ കോസ്റ്റ് പ്രൈസ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ആർട്ടിക്കിളുടെ കോസ്റ്റ് പ്രൈസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 450 എന്തോ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ലെറ്റ്സ് കോസ്റ്റ് പ്രൈസ് നമുക്ക് CP തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ CP എന്ന് പറയുന്നത് CP നമ്മുടെ കോസ്റ്റ് പ്രൈസാണ്. ഓക്കെ, ഇതേ ആർട്ടിക്കിളിനെ 452 വിൽക്കുകയാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും 452 എന്ന് പറയുന്നത്. അപ്പോൾ വിൽക്കുമ്പം ലെറ്റ്സ് എക്സ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ലോസ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇതേ ആർട്ടിക്കിളിനെ നമ്മൾ 524 വിൽക്കുമ്പോൾ, അപ്പോൾ 524 ആണ് അടുത്തൊരു സെല്ലിംഗ് പ്രൈസ്, വിൽക്കുമ്പോൾ അത് എന്ത് ലോസ് ആണോ ഉണ്ടായത് അതേ സെയിം വാല്യൂല് പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരത്തെ 452 വിറ്റപ്പം എന്ത് ലോസ് ആണോ ഉണ്ടായത്, ഇപ്പോൾ ഒരു എക്സ് ലോസ് ആണോ ഉണ്ടാവുന്നതെങ്കിൽ അതേ സെയിം എക്സ് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത് അതിനെ 524 വിൽക്കുമ്പോൾ.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ അതെന്ന് പറയുന്നത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കട്ടെ. എന്താ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഗ്യാപ്പ് സെയിമാ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഗ്യാപ്പും സെയിമാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ശരിക്കുള്ള സി പി എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ടേം ആയിരിക്കണ്ടേ, മിഡിൽ വാല്യൂ ആയിരിക്കണ്ടേ. അപ്പം വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ തന്നേക്കുന്ന രണ്ട് വാല്യൂ കൂടി ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സി പി കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടിൻ്റെയും നടുക്കുള്ള വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. രണ്ടിൻ്റെയും നടുക്കുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ആ 524ഉം അതുപോലെ തന്നെ നമ്മൾ ആ 452ഉം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ബൈ 2 ചെയ്യുക. സോ നമ്മൾ ഈ രണ്ടുകൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 5 + 4 9, 2 + 5 7 ആൻഡ് 4 + 2 6 എന്ന് വരും, ഡിവൈഡഡ് ബൈ 2. സോ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരും, 4 × 8 and 8 488 വരും. ഓക്കെ, എത്ര പെട്ടെന്ന് ആൻസർ വരുന്നത്. സോ ജസ്റ്റ് എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ ലാംഗ്വേജ് അങ്ങനെ തന്നെ ആയിരിക്കും, ലാംഗ്വേജ് മാറത്തില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന രണ്ട് വാല്യൂ കൂടി എടുക്കുക, ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. സിമ്പിളാണ്. നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആയിരിക്കും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ 488 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റിന് തന്നെ കുറച്ചുകൂടി ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ അടുത്തൊരു കുറച്ചുകൂടി ഒരു ബെറ്റർ ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇപ്പം തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹840 ഈസ് ട്വൈസ് ദ ലോസ് ആഫ്റ്റർ സെല്ലിംഗ് ഇറ്റ് ഫോർ ₹600. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി കോമഡിറ്റീസ്. എന്താ പറയുന്നത്, ഒരു 840 ഒരു ആർട്ടിക്കിളിനെ വിൽക്കുമ്പം നമുക്ക് നേരത്തെ 600 വിറ്റുകൊണ്ടിരുന്നപ്പോൾ എന്ത് ലോസ് ആണോ സംഭവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് ആണ് ഉണ്ടാവുന്നത് 840 വിൽക്കുമ്പോൾ എന്നാണ് പറയുന്നത്. നേരത്തെ സെയിം എന്ന് പറഞ്ഞു, ഇപ്പം എന്താണ്, ട്വൈസ്, ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിക്ക് ഒന്നുകൂടി ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് സി പി ഉണ്ട്. എന്താ സി പി എന്ന് അറിയത്തില്ല. നമ്മൾ ഇതേ ആർട്ടിക്കിളിനെ ഒരു ലോസിലാണ് 600 വിൽക്കുന്നത്. 600 ആണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തോ ഒരു എക്സ് ലോസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇതേ ആർട്ടിക്കിളിനെ നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ ആ ഒരു 840 വിൽക്കുവാണെങ്കിൽ, 840 എന്ന് പറയുന്നത് അടുത്തൊരു സെല്ലിംഗ് പ്രൈസ്, ഈ 840 വിൽക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്ന ലോസ് എന്താണോ അതിൻ്റെ ഡബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരുന്നെങ്കിൽ 2x പ്രോഫിറ്റ് ആണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നേരത്തെ 2x ആയിരുന്നു, ഇപ്പം ഒരു സ്ഥലത്ത് എക്സും മറ്റേത് 2x ആണ്. അങ്ങനെ ആണെങ്കിൽ ഇനി പെട്ടെന്ന് ആൻസർ എടുക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. മിഡിൽ വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ പിന്നെ കുറച്ചുകൂടി ചെയ്യേണ്ടി വരും. പക്ഷേ അതിന് പകരം ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എന്താണ്, 2xും എക്സും മൊത്തം 3x ആണ് നമുക്ക് ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇവർ തമ്മിലുള്ള ശരിക്കുള്ള ഗ്യാപ്പ് എന്താണെന്ന് നോക്കിക്കേ, 600ഉം 840. ഇത് തമ്മിലുള്ള ശരിക്കുള്ള ഗ്യാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 600ഉം നമ്മൾ ഈ 840 കൂടി മൈനസ് ചെയ്താൽ പോരെ. ഇതിനോട് മൈനസ് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് അവിടുത്തെ ആ ഒരു ഗ്യാപ്പ് എത്ര വരുന്നുണ്ട്, നമുക്ക് 240 ഗ്യാപ്പ് വരുന്നില്ലേ. അപ്പോൾ ആ പറയുന്ന 3x എന്ന് പറയുന്ന ആയിരിക്കണ്ടേ ഇത് തമ്മിലുള്ള ഗ്യാപ്പായ നമ്മുടെ ഈ പറയുന്ന 240 എന്ന് പറയുന്നത്. അപ്പോൾ 3x 240 ആണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, 80 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 80 ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താ, സി പി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സി പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഈ 600 കൂടെ എക്സ് കുറവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ എക്സ് ആഡ് ചെയ്താൽ പോരെ സി പി കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരിക്കുള്ള സി പി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യുക, ആ 600 എടുക്കുക, അവിടെ എക്സ് ലോസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ വാല്യൂ 80 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 80 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 680 വരും. അതാണ് നമ്മുടെ സി പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ 840 എടുത്തിട്ട് അതിൽ 80നെ 2 വട്ടം മൈനസ് ചെയ്യേണ്ടി വരും. എന്നാൽ ഇവിടെ 840 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, അതും ഡബിൾ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ 80ന് പകരം 160നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. 840 160 മൈനസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും, 680 തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലും ഇതേപോലത്തെ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈവൻ സെയിം അല്ല, ട്വൈസ്നോ ത്രൈസ്നോ എല്ലാം പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ നിങ്ങൾക്ക് അതിനെ വളരെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാം. പക്ഷേ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര പെട്ടെന്ന് ആൻസർ വരുന്നു. ജസ്റ്റ് രണ്ടുകൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കുള്ള വാല്യൂ ഹാഫ് എടുത്താൽ മതി നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ വേണ്ടി. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം 680 ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഈ രീതിക്ക് തന്നെ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുക, വലിയ ഫോർമുലയിലേക്ക് പോകാതിരിക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ക്വസ്റ്റൻസിലേക്ക് പോകാം, കുറച്ചുകൂടി വലിയ ക്വസ്റ്റൻസിലേക്ക് പോകാം. ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ₹32,600. The profit earned after giving 16% discount is 24%.
ഫൈൻഡ് ദി റേഷ്യോ ഓഫ് മാർക്ക്ഡ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ്. നോക്കിയേ, വീണ്ടും അവിടെ എം പിയും സി പി അല്ലേ വന്നേക്കുന്നത്. എസ് പി ആവശ്യമില്ലല്ലോ, എം പിയും സി പിയും മാത്രം മതി. ആൻഡ് അവിടെ നമുക്ക് എന്തും തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും തന്നിട്ടുമുണ്ട്. ചോദിക്കുന്നത് എം പിയും സി പിയും ആണ് ചോദിക്കുന്നത്, പക്ഷേ അതിൽ റേഷ്യോ ആണ് ചോദിക്കുന്നത്. റേഷ്യോ ആയാലും അല്ലാതായാലും നമുക്ക് ഈ പറഞ്ഞ കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് എടുക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് എന്തായിരുന്നു, നമ്മുടെ സി പി എന്ന് എടുക്കുക, എം പി എന്ന് എടുക്കുക. സി പി എന്ന് പറയുമ്പോഴത്തേന്ന് 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജും എം പി എന്ന് പറയുമ്പം 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജും. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഗിവിംഗ് 16% ഡിസ്കൗണ്ട്, അങ്ങനെ 100 മൈനസ് 16 ആൻഡ് ഇവിടെ വരുമ്പോഴത്തേന്ന് 100 പ്ലസ് നമുക്ക് പ്രോഫിറ്റ് എത്ര വരണമെന്നാണ് പറയുന്നത്, 24 വരണമെന്നാണ് പറയുന്നത്. സോ പ്ലസ് 24. സോ അങ്ങനെ 100 മൈനസ് 16 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരും, 84 എന്ന് വരും. ആൻഡ് 100 പ്ലസ് 24 124 എന്ന് വരും. നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്കിത് 42 എന്നും നമുക്കിത് 62 എന്നും വരും. ഫർദർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിത് 21 എന്നും നമുക്കിത് 31 എന്നും വരും. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, മാർക്ക്ഡ് പ്രൈസ് ആൻഡ് കോസ്റ്റ് പ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡറും ശ്രദ്ധിച്ചോണം. നമ്മൾ ഓർഡർ ശ്രദ്ധിക്കാതെ വിടല്ല. എം പി ആൻഡ് സി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എം പിയുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 31 സി പിയുടെ കറസ്പോണ്ടിങ് വാല്യൂ 21 ആണ്. അങ്ങനെയാണെങ്കിൽ 31:21. സോ ഓപ്ഷൻസിലേക്ക് പോവാം. ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 31:21. ഓപ്ഷൻ സി ആണ് നമ്മുടെ 31:21. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാർക്ക്ഡ് പ്രൈസിന്റെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് യൂസ് ചെയ്തതേ ഇല്ല. നമ്മളത് യൂസ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ ആൻസർ എടുത്തത്. ജസ്റ്റ് പെർസെൻറ്റേജ് മാത്രമേ യൂസ് ചെയ്തുകൊണ്ട്. സോ അത്യാവശ്യം പെർസെൻറ്റേജ് ഒക്കെ തന്നിട്ടുണ്ട്. ചോദിക്കുന്നതും പെർസെൻറ്റേജോ റേഷ്യോ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിയൽ വാല്യൂ ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു വാല്യൂ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഈ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടും. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. ഈ ഒരു ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഷോർട്ട് കട്ട് മറന്നുപോലെ നല്ലപോലെ യൂസ് ചെയ്യുക. എവിടെയൊക്കെ നിങ്ങൾക്ക് സി പിയും എം പിയും ഒരുമിച്ച് വേണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റും ഡിസ്കൗണ്ടും പെർസെൻറ്റേജ് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഈ ഒരു ട്രിക്ക്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കാണാൻ പറ്റും ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി കുറച്ചുകൂടി ഒരു വലിയ വേർഡ് പ്രോബ്ലംസിലേക്ക് പോകാം. എ ഷോപ്പ് കീപ്പർ മാർക്സ് ആൻ ആർട്ടിക്കിൾ 24% above its cost price and allows a 15% discount on the marked price. If he earns a profit of ₹27 by selling the article, then the selling price of the article is. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ആദ്യമൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വലിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് എക്സാമിലെ ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഇത്. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഷോപ്പ് കീപ്പർ മാർക്സ് ആൻഡ് ആർട്ടിക്കിൾ 24% എബവ് ദി കോസ്റ്റ് പ്രൈസ്. അപ്പോൾ അവിടെ മാർക്കപ്പ് ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സി പി എന്ത് ചെയ്യുക, 100 എടുക്കാം. എന്നിട്ട് 24% വില കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 24% വില കൂട്ടുമ്പോൾ നമുക്ക് എം പി കിട്ടും. അങ്ങനെയാണെങ്കിൽ 100 24% എന്ത് തന്നെയാണ്, 24 തന്നെയാണ്. വില കൂട്ടുന്നതുകൊണ്ട് ആഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 100 + 24 നമുക്ക് 124 എന്ന് വരും. ഇനി എന്താണ് അവിടെ പറയുന്നത്, ആൻഡ് അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 15% എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത് ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് 15% വില കുറയുന്നു. അങ്ങനെയാണെങ്കിൽ 124 15%, 124 10%, 12.4. 50 എന്ന് പറയുമ്പോൾ 5% കൂടി എടുക്കണം. അങ്ങനെയാണെങ്കിൽ 12.4ന്റെ പകുതി 6.2. സോ 12.4ഉം 6.2 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കത് 12 + 6 18, 4 + 2 6. സോ 18.6. അവിടെ വില കുറയുന്നതുകൊണ്ട് എന്ത് വരും, മൈനസിന് വരും. സോ 124ൽ നിന്ന് നമ്മൾ 18.6 കുറയ്ക്കുകയാണെങ്കിൽ, 124ൽ നിന്ന് നമ്മൾ 18 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 6 എന്ന് വരും. 6ൽ നിന്ന് ഒരു 0.6 കൂടി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 5.4 എന്ന് വരും. സോ 105.4 എന്ന് വരും നമുക്കിവിടെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദിക്കുന്നത്, ഇഫ് ഹി ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് ₹27. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ പ്രോഫിറ്റ് എന്താണെന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 100ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അവസാനം വന്ന് നിന്നത് എത്രയല്ല, 105.4. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർലി പ്രോഫിറ്റ് ആണെന്ന് അറിയാം. എത്രേൻ്റെ പ്രോഫിറ്റ് എന്ന് ചെക്ക് ചെയ്യുക. സോ പ്രോഫിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് 100ഉം 105.4ഉം 5.4% ആണ് പ്രോഫിറ്റ്. പക്ഷെ വേണ്ടിയത് ഇതല്ല, വേണ്ടിയത് റിയൽ വാല്യൂ ആണ്. നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ 5.4% എന്ന് പറഞ്ഞാണ് അവർ പ്രോഫിറ്റ് വാല്യൂ ആയി പറഞ്ഞിരിക്കുന്നത് ₹27 എന്ന് പറഞ്ഞാൽ. ഇതാണ് പ്രോഫിറ്റിന്റെ ശരിക്കുള്ള വാല്യൂ എന്ന് പറയുന്നത്, മണി വാല്യൂ എന്ന് പറയുന്നത്. ചോദിക്കുന്നത്
then the selling price of the article, cost price അല്ല ചോദിച്ചിരിക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 105.4 എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു സെല്ലിംഗ് പ്രൈസിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് 105.4% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ ക്വസ്റ്റൻ ഒന്ന് കൺവെൻഷനലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? ഈ CP കണ്ടുപിടിക്കേണ്ടി വരും. അത് കിട്ടിയാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ? ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്കിപ്പോൾ CP അല്ല ചോദിക്കുന്നത്, അവർ ഈ MPO അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസോ അങ്ങനെ എന്ത് ചോദിച്ചാലും നമുക്ക് CP കണ്ടുപിടിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ്ലി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അതേപോലെ ഇവിടെ ഒന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 5.4ലെ 54ന്റെ പകുതിയാണ് 27. അങ്ങനെയാണെങ്കിൽ ഈ 105.4ലെ 1054 നമ്മൾ ഡയറക്റ്റ്ലി എടുക്കുകയാണെങ്കിൽ അതിന്റെ പകുതി എടുക്കുകയാണെങ്കിൽ എത്ര വരും? നമുക്കത് 527 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 527 റുപ്പീസ് ആയിരിക്കും. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസിന്റെ റിയൽ വാല്യൂ, മണി വാല്യൂ എന്ന് പറയുന്നത്. ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ, എത്ര പെട്ടെന്ന് ആൻസർ വന്നതെന്ന്. അപ്പോൾ നമ്മൾ CP കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. CP അറിയോ? ഇല്ല. പക്ഷേ എന്നാലും നമ്മൾ എന്ത് കിട്ടി? നിങ്ങൾക്ക് ആ സെല്ലിംഗ് പ്രൈസിന്റെ ആൻസർ എത്ര എന്നുള്ളത് നമുക്ക് കിട്ടി. സോ 527 റുപ്പീസ് ആണ് ആൻസർ. ഓപ്ഷൻ ബി 527. ഓക്കെ, അത്യാവശ്യം വലിയ ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നേരത്തെ നമ്മൾ ഇവിടെ വരെയാണ് മോസ്റ്റ്ലി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എക്സാമിൽ ചിലപ്പം ഇവിടെ വരെയല്ല, ചിലപ്പോൾ ഒരു മണി വാല്യൂ കൂടി തന്നിട്ട് ഇതേപോലെ കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ അവിടെ നിന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. എ സെല്ലർ മിക്സസ് 26 kg റൈസ് of a price of rupees 20 per kg with 30 kg of different variety of a price of rupees 36 per kg. He sell both the mixed rices at rupees 30 per kg. What will be the profit in percentage? അപ്പോൾ എന്താ പറയുന്നത്? ഒരു സെല്ലർ 26 kg, ഒരു kgയുടെ വില 20 രൂപ ഉള്ള റൈസും അതുപോലെ 30 kg, ഒരു kgയുടെ വില 36 റുപ്പീസ് ഉള്ള റൈസും കൂടി തമ്മിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ മൊത്തം വിൽക്കുന്നത് ഒരു kgനെ 30 റുപ്പീസ് എന്ന രീതിയിലാണ് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾക്ക് അവിടുന്ന് പ്രോഫിറ്റ് എത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമേ ആളുടെ ഒരു കോസ്റ്റ് പ്രൈസ് എത്ര നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആളുടെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ, CP ചെക്ക് ചെയ്യുവാണെങ്കിൽ ആൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? 26 കിലോ ആൻഡ് ഒരു കിലോയുടെ വില എന്ന് പറയുന്നത് എത്രയാണ്? 20. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 26 kgയുടെ പ്രൈസ് എത്രയാണെന്ന് കിട്ടും. പ്ലസ് പിന്നെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കൂടെ തന്നെ എന്ത് മിക്സ് ചെയ്യുന്നുണ്ട്? 30 കിലോ ഇൻറ്റു അതിന്റെ ഒരു കിലോയുടെ വില 36. സോ 30 × 36 ചെയ്യുമ്പോൾ അതിന്റെയും ടോട്ടൽ പ്രൈസ് കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ശരിക്കും ഈ ആളുടെ ടോട്ടൽ CP എത്രയാണെന്നുള്ളത് കിട്ടും. സോ നമ്മൾ ഇവിടെ നിന്ന് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുമ്പോഴത്തേന് നമുക്ക് 26 × 2 നമുക്കത് 52,520 എന്ന് വരും. പ്ലസ് 36 × 30, 36 × 3 എന്ന് പറയുമ്പോൾ നമുക്കത് 108 എന്ന് വരും. സോ 520 + 1080 നമുക്കത് 1600 എന്ന് വരും. സോ ആൾക്ക് 1600 ആണ് ആദ്യം ഈ പറഞ്ഞ ഫുൾ റൈസിന് ആകുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആളിത് സെല് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് കൂടി ചെക്ക് ചെയ്യുവാണെങ്കിൽ ആളിത് മൊത്തം സെല് ചെയ്യുന്ന 30 റുപ്പീസ് വെച്ചാണ് സെല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 30 രൂപ ഇൻറ്റു മൊത്തം എത്ര കിലോ ഉണ്ട്? ആദ്യം ഒരു 26 kgയും പറയുന്നുണ്ട്, അതിനുശേഷം ഒരു 30 kgയും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30യും 26 കൂടി ചേർത്ത് മൊത്തം 56 kg ആണ് ആള് 30 രൂപ വെച്ച് വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30 × 56 എന്ന് പറയുമ്പോൾ നമുക്കത് 3 × 50 നമുക്ക് 150 എന്ന് വരും. 3 × 6 നമുക്ക് 18 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 150, 168 and 0. 1680 റുപ്പീസിനാണ് ആളിത് സെല് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിച്ച വില നമുക്കറിയാം 1600, വിറ്റ വില നമുക്കറിയാം 1680. ചോദിച്ചേക്കുന്നത് ജസ്റ്റ് പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ്. അപ്പം പ്രോഫിറ്റ് നമുക്ക് ഇവിടെ നിന്ന് ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ SP - CP. സോ 1680 - 1600 നമുക്ക് 80 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് 80, പക്ഷെ ബേസ് എന്ത് വരും? CP എത്രയാണ്? 1600 × 100. സോ നമുക്ക് ഇവിടുന്ന് എടുക്കുമ്പോഴത്തേന് 80/16 നമുക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5% എന്ന് വരും.
80/16 നമുക്ക് അതിൻ്റെ വാല്യൂ 5% എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ കുറച്ചൊരു സ്റ്റെപ്സ് ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A dealer marks an article 50% above the cost price and sells it to a customer, allowing two successive discounts of 20% and 15% on the marked price. If he gains rupees 400 on the deal, then the cost price of the article is. അപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി സിമ്പിൾ നമ്പേഴ്സ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ വലിയ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്, പക്ഷേ സ്റ്റിൽ നമുക്കത് സിമ്പിൾ ആണ് നമ്മൾ ചെയ്യുന്ന രീതിക്ക്. നമുക്ക് അതേപോലെ തന്നെ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ചെയ്തു പോകാം. നമ്മൾ ആസ് യൂഷ്വൽ കോസ്റ്റ് പ്രൈസ് എന്തെന്ന് എടുക്കുന്നു, 100 എടുക്കുന്നു. ആദ്യമേ ഈ സാധനത്തിന്റെ വില എത്ര പെർസെൻറ്റേജ് ആണ് കൂട്ടുന്നത്? A dealer marks an article 50% above, 50% above എന്ന് പറഞ്ഞാൽ 50% ആണ് വില കൂട്ടുന്നത്. സോ 100 50% 50 വില കൂട്ടുക പ്ലസ്, സോ 100 + 50 നിങ്ങൾക്ക് 150 എന്ന് വരും. അതാണ് നമ്മുടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അതേ ആർട്ടിക്കിളിനെയാണ് 2 ഡബിൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഡിസ്കൗണ്ട് കൂടി എടുക്കാം. സോ ആദ്യമേ എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്? 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സോ ആദ്യമേ 20% വില കുറയ്ക്കാം. സോ 150യുടെ 20% എന്ന് പറയുമ്പോൾ 30 എന്ന് വരും. വില കുറയ്ക്കുന്നുണ്ട് മൈനസ്. സോ 150 - 30 120 എന്ന് വരും. ഇനി വീണ്ടും ഒരു 15% ഡിസ്കൗണ്ട്. സോ വീണ്ടും നമുക്കൊരു 15% വില കുറയ്ക്കുകയാണെങ്കിൽ 120യുടെ 10% 12. ഇപ്പോൾ 5% 12ന്റെ പകുതി 6. അങ്ങനെയാണെങ്കിൽ 12 + 6 18 ആയിരിക്കും നമ്മുടെ 15% എന്ന് പറയുന്നത്. സോ 18 വില കുറയ്ക്കുന്നതുകൊണ്ട് മൈനസ്. സോ 120 - 18 നമുക്കത് 102 എന്ന് വരും. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, ഡബിൾ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമുള്ള സെല്ലിംഗ് പ്രൈസ്. സോ നമുക്കിവിടെ ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് പ്രോഫിറ്റ് എന്താണെന്നുള്ളത്. നമ്മൾ 100ലാണ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഫൈനലി നമ്മളിപ്പം നിൽക്കുന്നത് 102ലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ക്ലിയർലി പ്രോഫിറ്റ് ആണ്. ആൻഡ് എത്രൻ്റെ പ്രോഫിറ്റ് ആണ്? 2യുടെ പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ 2% പ്രോഫിറ്റ് ആണ് വരുന്നത്. ആൻഡ് ആ 2% എന്ന് പറയുന്നത് ആണ് നമുക്ക് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? 400 rupees ഗെയിൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം 2% എന്ന് പറയുന്നതാണ് ₹400. 400 rupees ഗെയിൻ. സോ ₹400. ചോദിച്ചിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 100 അല്ലേ നമ്മുടെ കോസ്റ്റ് പ്രൈസ്? എപ്പോഴും ബേസ് എന്ന് പറയുന്നത് 100 ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ കോസ്റ്റ് പ്രൈസ് 100% എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 2 × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഈ 4 വരുന്നത്. അതുകൂടെ 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 100 × നമ്മൾ അതേ 2 ചെയ്താൽ നമുക്ക് എത്ര വരും? 200 എന്ന് വരും. ഇനി ദെൻ എന്ത് കൂടി ചെയ്യുക? ആ 2 0 കൂടി ഇട്ട് കൊടുക്കുക. സോ 2 0 കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ എത്ര വരും? 20,000 എന്ന് നമുക്ക് ആൻസർ വരും. 20,000. ഓക്കെ, നമ്മൾ നേരത്തെ ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ 2% വരെ നമ്മൾ പലവട്ടം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കമ്പാരിസൺ കൂടി അതുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 20% ആണ്, 20,000 ആണ് നമ്മുടെ ആൻസർ. And last ഒരു ക്വസ്റ്റ്യൻ കൂടി. At what percent above the cost price must Atul mark his goods so that he gains 20% after giving a discount of 25%? നോക്കിയേ, അപ്പോൾ അവിടെ വീണ്ടും നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മാർക്കപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ആ ഒരു പ്രോഫിറ്റും തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് നമുക്കൊന്ന് യൂസ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മുടെ CP ആൻഡ് MP. CP എന്ന് പറയുമ്പോൾ നമ്മുടെ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജും MP എന്ന് പറയുമ്പോൾ നമ്മുടെ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ 100 മൈനസ് ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് തന്നേക്കുന്നത്? 25% തന്നേക്കുന്നത്. ആൻഡ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിരിക്കുന്നത് 20%. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 100 മൈനസ് 25 75 ആൻഡ് 100 പ്ലസ് 20 നമുക്ക് 120 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഫർദർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 15 എന്നും ആൻഡ് നമുക്ക് ഇവിടെ ഇത് 20 24 എന്ന് വരും. ഫർദർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 5 എന്നും ആൻഡ് നമുക്ക് ഇവിടെ 8 എന്നും വരും. അങ്ങനെയാണെങ്കിൽ CP 5 ആൻഡ് MP 8. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എത്രയാണ് വില കൂട്ടിയത്? 3 ആണ് കൂട്ടിയത്. 5 ഉണ്ടായിരുന്നതിനെ 8 എന്ന് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കൂടിയത് എത്ര? 3. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്ന അനുസരിച്ച് മാർക്കപ്പിന്റെ പെർസെൻറ്റേജ്, മാർക്കപ്പ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ് വില കൂട്ടിയത്? 3 ആണ് വില കൂട്ടിയത്. എത്രയിലാണ് വില കൂട്ടിയത്? 5ലാണ് വില കൂട്ടിയത്. അപ്പം 5ൽ 3 കൂട്ടി. അങ്ങനെയാണെങ്കിൽ 3/5. ആൻഡ് 3/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 60% ആണ് 3/5 എന്ന് പറഞ്ഞാൽ.
സോ 60%. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം ഓപ്ഷൻ എ 60% ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അഗെയിൻ നമ്മൾ ഫോർമുലയിലേക്കോ ഒന്നിലേക്കും പോയില്ല, നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് വളരെ പെട്ടെന്ന് ആൻസർ എടുത്തു. സോ ഒരു ഷോർട്ട് കട്ട് വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട്. സോ വിത്ത് ദിസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ വളരെ വാസ്റ്റ് ആണ്. ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നമ്മൾ പഠിച്ച കൺസെപ്റ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. എക്സാംസിന് പോകുന്ന മുമ്പ് എല്ലാ രീതിയിലുള്ള കൺസെപ്റ്റും കവർ ചെയ്യുക. ഏതെങ്കിലും പോയിന്റ്സ് വീക്ക് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ആൻഡ് അത് ശരിയാക്കിയതിനു ശേഷം എക്സാമിന് പോകാം. അപ്പോൾ നമുക്ക് ഇനി വേറൊരു പുതിയ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക്